40,000 രൂപ സംവിധായകനും 60,000 രൂപ നിർമ്മാതാവിനുമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ച ആ 1 ലക്ഷത്തിൻ്റെ ചെക്ക് കിട്ടിയാൽ ഇതിൽ ഇനിയും സെറ്റിൽ ചെയ്തിട്ടില്ല, പടത്തിൻ്റെ പല ആളുകളെയും സെറ്റിൽ ചെയ്തിട്ടില്ല, അവർക്ക് ഇത് കിട്ടിയിട്ട് വേണം കൊടുക്കാൻ. അപ്പം ഈ കിട്ടിയ പൈസ അവർക്ക് കൊടുക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ അവാർഡ് ഫംഗ്ഷന് പോവാണ്. അപ്പോൾ അച്ഛനുറങ്ങാത്ത വീട് സംവിധായകനെയും ലാൽ ജോസിനെയും നിർമ്മാതാവ് റജി പുത്തകത്തിനെയും സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. കാരണം രേഖാമൂലം അയാളാണല്ലോ പ്രൊഡ്യൂസർ. ഞാൻ നോക്കുമ്പോൾ വെളുക്കെ ചിരിച്ചുകൊണ്ട് കതറ് കുപ്പായൊക്കെ ഇട്ടിട്ട് റജി പുത്തകത്ത് ഭാര്യാസമേതനായിട്ട് വന്നിട്ടുണ്ട് ആ ഫംഗ്ഷന്. അയാൾ എന്നോടൊപ്പം സ്റ്റേജിൽ വന്നിട്ട് ആ ചെക്ക് മേടിച്ചു. 60,000 രൂപയുടെ ചെക്കും ഷീൽഡും സർട്ടിഫിക്കറ്റൊക്കെ ഒരു നാണവും ഇല്ലാതെ മേടിച്ചു. അപ്പോൾ സ്റ്റേജിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തിൻ്റെ ചെവിയിൽ പറഞ്ഞു, ആ 60,000ത്തിൻ്റെ ചെക്ക് എനിക്ക് തരണം, ഈ ഒരുപാട് ആൾക്കാർക്ക് പൈസ കൊടുക്കാനുണ്ട്, ഈ പടം റിലീസ് ചെയ്യാൻ ഇത്രയും പേരെടുത്ത് ഞാൻ കടം മേടിച്ചിട്ട് ഇരിക്കുകയാണ്, അപ്പോൾ ആ പൈസയെങ്കിലും എനിക്ക് തരണം, ഈ പൈസയെങ്കിലും. പിന്നെന്താ, തീർച്ചയായും ലാൽ ജോസ്, തീർച്ചയായും. ആളുകൾക്ക് ഇത്ര നന്നായിട്ട് ലജ്ജയില്ലാതെ ഒരു മനസാക്ഷിയില്ലാതെ പെരുമാറാൻ കഴിയും എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയത് അന്നാണ്.